നമസ്കാരം. വളരെ സന്തോഷം. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അല്ലെങ്കിൽ ചിന്തിച്ചത് മറ്റൊന്നല്ല. ഇന്ന് രാവിലെ മുതൽ ഞാൻ പല സ്ഥലത്തും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കോളുകൾ എൻ്റെ മൊബൈലിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതിഥികളെ പിടികൂടാനല്ല. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏത് സ്ഥലമാണെന്നോ കൃത്യമായിട്ടുള്ളൊരു അഡ്രസ്സോ ഒന്നുമില്ല. ഒരു വീഡിയോ കിട്ടിയത് പലരും ഷെയർ ചെയ്ത് പലരുടെ കൈകളിൽ എത്തിയപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് പലരും കണ്ടിരിക്കാം. അത് നമ്മളൊക്കെ ചില സാധനങ്ങൾ പല സ്ഥലത്തും ഓർഡർ ചെയ്യുമ്പോൾ പല കമ്പനികളിൽ ഓർഡർ ചെയ്യുമ്പോൾ അത് നമ്മുടെ അഡ്രസ്സിലേക്ക് എത്തിക്കുന്ന പല സംവിധാനങ്ങളും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ലോകമെമ്പാടുമുണ്ട്. അതിൽ നമ്മുടെ ഭാരതത്തിൽ എവിടെയോ ഒരാൾ ഒരു വീഡിയോ ഗെയിം മോൾക്കോ കുട്ടികൾക്ക് വേണ്ടി വീഡിയോ ഗെയിം ഓർഡർ ചെയ്യുന്നു. അത് ആ ഓർഡർ ചെയ്ത കമ്പനി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. കമ്പനിയുടെ ആൾക്കാർ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു പാക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഒരു മൂർഖൻ കുഞ്ഞിൻ്റെ അതിഥി ഇരിക്കുന്നു കണ്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര വാർത്തകളായിരുന്നു. വീഡിയോകളൊക്കെ കാണുന്നുണ്ട് പലരുടെ കയ്യിൽ. അപ്പോൾ എൻ്റെ കയ്യിലിത് കിട്ടി. ഞാനത് വളരെ സസൂക്ഷ്മം ഏകദേശം ഒരു 50ഓളം പ്രാവശ്യം അതിനെ സൂം ചെയ്തും അതിനെ സ്ക്രീൻഷോട്ട് എടുത്തും ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോയ്ക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണെന്ന്. കാരണം അതൊരു കമ്പനിയിൽ ഓർഡർ ചെയ്ത സാധനമാണ്, അതൊരു വീഡിയോ ഗെയിമാണ്. അങ്ങനൊരു സാധനം ഓർഡർ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഏജൻറ്റുമാർ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ചെറുപ്പക്കാർ കൊണ്ടുവരുമ്പോൾ അത് നല്ല പാക്കായി പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ച് അല്ലെങ്കിൽ പേപ്പർ സ്റ്റേപ്പ് ഒട്ടിച്ച് നമ്മൾ നല്ല സീലാക്കി അതിനകത്തൊരു സാധനവും കടന്നു പോകാതെ അതിനകത്തുള്ളൊരു സാധനവും പുറത്തേക്ക് വരാത്ത അത്രയും സീലാണ് പാക്കായിട്ടാണ് ഇത് വരുന്നത്. പക്ഷെ ആ വീഡിയോയിൽ കാണുന്നത് ഇതുപോലെ ഇന്നൊരു കമ്പനിയിൽ വീഡിയോ ഗെയിം ഓർഡർ ചെയ്തു, അതിനകത്ത് തുറന്നപ്പോൾ ഒരു മൂർഖൻ പാമ്പിനെ കിട്ടിയെന്നാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, സത്യം പറഞ്ഞാൽ ചിരിയും തോന്നി. ഞാനത് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. ഇതിൻ്റെ സത്യസന്ധം എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കാൻ പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു കമ്പനിയുടെ ഒരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ വീഡിയോ ഗെയിം പോലത്തെ ഒരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ അതൊരു കാർഡ്ബോർഡിനകത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ബേസ് ബോർഡിനകത്താക്കി പുറത്താണ് ഒട്ടിച്ചിരിക്കുന്നത്. ആ പുറത്തൊട്ടിച്ചിരിക്കുന്നതിലോ അല്ലെങ്കിൽ ആ പുറത്തൊട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറിലോ ഒരു മൂർഖനോ അല്ലെങ്കിൽ ഒരു മൂർഖൻ്റെ കുഞ്ഞോ ഒന്നും അതിൽ ഒട്ടിയിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇത് കാണാൻ കഴിയുന്നത് ഒന്നുകിൽ ആ കമ്പനിക്ക് പണി കൊടുത്തതോ അല്ലെങ്കിൽ ഏതോ ആൾക്കാർ. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ദിവസം വന്ന് ട്രെയിനിങ് നേടി പാമ്പിനെ പിടിക്കാൻ ട്രെയിനിങ് നേടി പുറത്ത് പോകുന്ന ഒത്തിരി പേരുണ്ട്. അവരെന്ത് ചെയ്യുന്നുവെന്നോ എവിടെയാണെന്നോ അവർ പിന്നെ പാമ്പിനെ പിടിക്കാൻ പോകുന്നുണ്ടോ ഒന്നുമില്ല. 1000 പേര് ട്രെയിനിങ് നേടിയിൽ വെറും 50-60 പേര് മാത്രം പോകുന്നു, ബാക്കിയുള്ളവർ അങ്ങ് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരോ അത് നല്ല പ്ലാൻ ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണോ അതോ ഇനി കമ്പനിക്ക് പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നറിയില്ല. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. ആ വീഡിയോ കാണാൻ വേണ്ടി ഷെയർ ചെയ്ത് പോകാൻ വേണ്ടിയാണെന്നാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഒരു നല്ല ഏകദേശം 1 മാസത്തോളം പ്രായമുള്ള നമ്മുടെ ഈ വിരലിൻ്റെ കനമുള്ള ഒരു മൂർഖൻ കുഞ്ഞ് അതിഥി നമ്മുടെ സെലോ ടേപ്പോ ഇൻസുലേഷൻ ടേപ്പോ എന്തോ ആയിക്കോട്ടെ അതിലൊട്ടിയിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ ഒരു സ്റ്റിക്കറിലാണ് ആ കുഞ്ഞൻ അതിഥി ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നത്. അഥവാ ഒട്ടിയാൽ തന്നെ 2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് പെനയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് പടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തുടിക്കുമ്പോൾ ആ ഒട്ടലങ്ങ് വിട്ടു പോവേണ്ടതാണ്. അത്രയ്ക്ക് ചെറിയ ഒരു പശ ആ ഒരു സ്റ്റിക്കറിലുള്ളൂ. ഇതൊരു ഗ്ലാസ് സ്റ്റിക്കറാണ്. അപ്പോൾ അതിലിങ്ങനെ ചുറ്റി ഒട്ടിച്ചിരിക്കുന്നു. അതിന് യാതൊരുവിധ സാധ്യതയുമില്ല. പിന്നെ അഥവാ തന്നെ ആ കബോർഡിനകത്ത് അല്ലെങ്കിൽ ആ ബേസ് ബോർഡിനകത്താണ് അല്ലെങ്കിൽ ആ വീഡിയോ ഗെയിം നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് അതിഥി ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ അതിന് പെട്ടെന്ന് ചാടിപ്പോകേണ്ടത്. പക്ഷേ ഇതാരോ ചുറ്റി സ്റ്റിക്കർ ഒട്ടിച്ചതിൽ വെച്ചിരിക്കുന്നു. നിങ്ങളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. അതുമാത്രമല്ല, നമ്മൾ ഇതുപോലൊരു പാർസൽ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പാർസൽ കമ്പനിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇന്ന് അയക്കുന്ന സാധനമായിരിക്കും, ചിലപ്പോൾ ഇന്നലെ അയക്കുന്ന പാഴ്സലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൂരത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഇങ്ങനെ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിയിരുന്നിരുന്നെങ്കിൽ അത് മരണപ്പെട്ടേനെ. അതിന് യാതൊരു സാധ്യതയും കാണുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ കടയിൽ ഈ പാഴ്സൽ സർവീസിൽ നിന്ന് നമ്മൾ ഈ കൊണ്ടുവരുന്ന ചെറുപ്പക്കാരൻ അതെടുക്കുമ്പോൾ തന്നെ അത് അനങ്ങുമ്പോൾ അതിനകത്തിരുന്ന് ചീറ്റും, എന്തായാലും സൗണ്ട് ഉണ്ടാക്കാതിരിക്കില്ല. അപ്പോൾ അവരെന്തായാലും ശ്രദ്ധിക്കാതിരിക്കാൻ ഒരു സാധ്യതയില്ല.
രണ്ടാമത് ഇത്രയും ദൂരം അദ്ദേഹം ഒന്നിൽ ഷോൾഡറിൽ കൊണ്ടുവന്നതാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പാഴ്സലൊക്കെ വരുമ്പോൾ എടുത്ത് എറിഞ്ഞൊക്കെയാണ് വരുന്നത്. അപ്പോൾ അകത്തിരിക്കുന്ന പാഴ്സലിനകത്താണ് ഇത് ഒട്ടിയിരിക്കുന്നത്. പുറത്തെ കവർ ചെയ്തിരിക്കുന്ന സാധനത്തിലല്ല, അകത്തെ ആ കാർഡ്ബോർഡിനകത്തിരിക്കുന്ന ഒരു ചെറിയ പേപ്പറിലാണ് നിങ്ങൾ ചുറ്റി ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്. ബേസ് ബോർഡിൽ നമ്മൾ പൊട്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഓർക്കണം, അതിനകത്ത് ഈ ബേസ് ബോർഡ് പൊട്ടിക്കുമ്പോഴൊന്നും അതിനെ കാണുന്നില്ല, ആ പാമ്പിനെ അവർ കാണുന്നില്ല. പിന്നെ പൊട്ടിച്ച് പുറത്ത് ആ സാധനം മാല പോലത്തെ ഒരു സാധനം പുറത്തിട്ടിരിക്കുന്ന ഒരു പേപ്പറിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പോൾ 100% അല്ലെങ്കിൽ 99% ആ വീഡിയോ നിങ്ങൾ കുറേ പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരിക്കലും അതങ്ങനെ വന്ന് വരാനായിട്ട് സാധ്യതയില്ല. അത് ഒന്നുകിൽ ഈ കമ്പനിക്ക് പണി കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തത്, അല്ലെങ്കിൽ ഇത് ക്രിയേറ്റീവ് വീഡിയോ ആവാനാണ് സാധ്യത കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും രണ്ടായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ ഇതിപ്പോൾ ഒരു അനുഭവമാണ്. ശരി, ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ വീടിനകത്തേക്ക് വന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ മുഴുവനും, അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള വീഡിയോസ് കാണുന്നവരെ ഭയപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പേടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം, എന്തായാലും ഇങ്ങനെ ചെയ്ത് എവിടെ നിന്ന് വന്നു, ഇത് ആരെ വീടാണ്, അഡ്രസ്സ് എവിടെയാണ്, ഇത് ഏതാണ്, എവിടെ നിന്നാണ് അയച്ചിരിക്കുന്നത്, ആരാണ് അയച്ചിരിക്കുന്നത്, ആരാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള അഡ്രസ്സ് വിവരങ്ങൾ കൂടി നമ്മുടെ ഈ വീഡിയോ ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. കാരണം എങ്കിൽ മാത്രമേ ഇത് എത്രത്തോളം സത്യസന്ധമാണ്, എത്രത്തോളം എന്താ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി നിന്നൊരു വീഡിയോ ആണ്. നല്ല ഹൈ സ്പീഡിൽ ഒരു വീട്ടിൻ്റെ നല്ല സാമ്പത്തികമുള്ളൊരു വീട്ടിലാണെന്ന് തോന്നുന്നു. ഒരു വീടിൻ്റെ ഏകദേശം 20 അടി നീളവും 15 അടി വീതിയുമുള്ളൊരു ഹോളിൻ്റെ നടുക്ക് കറങ്ങുന്ന ഫാനിനകത്ത്, നല്ല ഹൈ സ്പീഡിൽ കറങ്ങുന്ന ഫാനിൻ്റെ മുകളിൽ ഒരു കറുത്ത കളറിൽ, അതായത് മഹാരാഷ്ട്രയിൽ കണ്ടുവരുന്ന കറുത്ത കളറിലുള്ള മൂർഖൻ ഫാൻ കറങ്ങുമ്പോൾ അതിൻ്റെ മുകളിലിരിക്കുന്നു. അതുപോലെ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതെങ്ങനെ അവിടെ പോയെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടേ? ഒരിക്കലും അത് കയറിപ്പോയതല്ല, ആരോ അതെടുത്ത് വെച്ച് ആ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടി അതുപോലെ ആവാം ഇതും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകിൽ കമ്പനിക്ക് പണി കൊടുത്തത്, അല്ലെങ്കിൽ ഇത് ക്രിയേറ്റീവ് വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറഞ്ഞു, പാമ്പ് ഒട്ടിയിരിക്കും. ചിലപ്പോൾ നമ്മൾ പല്ലിയോ നമ്മുടെ ഓന്തിനെയോ അല്ലെങ്കിൽ എലിയൊക്കെ പിടിക്കാൻ വയ്ക്കുന്ന പശയിൽ പാമ്പ് ഒട്ടിയിരിക്കാറുണ്ട്. പിന്നെ നമ്മുടെ പെയിൻ്റൊക്കെ, ചില പശയുള്ള പെയിൻ്റൊക്കെ താഴെ വരുമ്പോൾ അതിലൊട്ടിയിരിക്കാറുണ്ട്. പക്ഷേ ഒരു സെലോ ടോപ്പോ ഇൻസുലേഷൻ ടോപ്പോ അല്ലെങ്കിൽ ഗ്ലാസ് ടേപ്പോ ഒക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും പാമ്പിനെ ഇങ്ങനെ ഒരു ചെറിയ വീതിയുള്ളൊരു പേപ്പറിലാണ് ആ അതിഥി ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്. അത് പക്ഷേ ചുറ്റപ്പെട്ടിരിക്കും. നിങ്ങൾ ആ സൂം ചെയ്ത് ആ വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോ മാത്രം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കുറേ പ്രാവശ്യം, ഞാനൊരു 50 പ്രാവശ്യത്തോളം കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും സ്വാഭാവികമായിട്ട് വന്ന് ആ അതിഥി അതിനകത്ത് ഒട്ടിയിരിക്കാൻ ഒരു സാധ്യതയില്ല, 100% സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ, അങ്ങനെയുള്ള എന്താ പറയുക, വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നവരോട് പറയാനുള്ളത്, കഴിവിൻ്റെ പരമാവധി ഈ എന്താ പറയുക, കമ്പനിക്കും പണി കൊടുത്ത്, പാവപ്പെട്ട കുറേ ചെറുപ്പക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും പണി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സംരംഭം നിലപ്പിക്കാനുള്ളൊരു സംരംഭം മുന്നോട്ട് വെക്കാതെ നിങ്ങളെ മറ്റേതെങ്കിലും രീതിയിലേക്ക് നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ആ കാണുന്ന വീഡിയോ കാണുന്നവർ വീണ്ടും വീണ്ടും കാണുമ്പോൾ വ്യൂവേഴ്സ് കൂടുന്നു. അപ്പോൾ ഈ വീഡിയോ ചെയ്ത ആളിൻ്റെ ഉദ്ദേശം മനസ്സിലാവും. അത് അവർക്ക് വ്യൂവേഴ്സ് കൂട്ടുക, അവർക്ക് യൂട്യൂബിൽ പൈസ കിട്ടുക എന്നുള്ള സംരംഭമാണ്. എന്തായാലും അത് 100-ൽ 99.4% സത്യമാണെന്ന് തോന്നുന്നില്ല, സത്യമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ആ ഒരു വീഡിയോ ഇങ്ങനെ കിടന്ന് ഓടുന്നത് കൊണ്ടാണ് ഇങ്ങനെ അത് കുറേ പ്രാവശ്യം കണ്ടിട്ട് വേണം എനിക്ക് തോന്നിയത്, എനിക്കിങ്ങനെ ഒരു നമ്മുടെ പ്രിയപ്പെട്ട വീഡിയോ പ്രേക്ഷകരല്ല, ലോകമെമ്പാടും ഇരിക്കുന്ന മലയാളികളുടെ മനസ്സിലുണ്ടാവുന്ന തെറ്റിദ്ധാരണ മാറ്റണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഇന്ന് ഈ വൈകിയ വേളയിലും ഇത് കണ്ടിട്ട് വൈകുന്നേരത്ത് ഒരുപാട് പ്രാവശ്യം കണ്ട് സ്ഥിരീകരിക്കാനെടുത്ത സമയമായതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. എന്തായാലും ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറകെ സഞ്ചരിക്കാതെ ഇരിക്കാൻ കഴിയണം. അതൊരു ഫേക്ക് ആവാനേ സാധ്യതയുള്ളൂ. എന്തായാലും വളരെ സന്തോഷം. ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ, ഭയപ്പെടുത്തുന്ന വീഡിയോകളൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന, നിങ്ങളെയൊക്കെ വീട്ടിനകത്തൊക്കെ ഇങ്ങനെ പാർസൽ വരുമ്പോൾ നിങ്ങളത് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് വെളിയിലിട്ട് തട്ടിപ്പൊട്ടിച്ച് നോക്കേണ്ട ഒരു അവസ്ഥ വരുന്നൊരു വാർത്തയാണ് ഇതൊക്കെ വരുന്നത്. അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ വരുത്തുന്ന വീഡിയോസുകൾ ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക്, ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് കഴിയട്ടെ. വളരെ സന്തോഷം. എല്ലാവർക്കും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്തേ.